എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹയർ ഇൻവെർട്ടർ AC ഇൻഡോർ PCB ആണ്. ഇതിൻ്റെ പ്രശ്നം ഈ ഒരു ബ്ലോവർ മോട്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇൻഡോർ ഫാൻ മോട്ടർ എന്തുകൊണ്ടാണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തതെന്ന് ഇപ്പോൾ നമ്മൾ ഓണാക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കറങ്ങുകയും ചെയ്യും. നമ്മുടെ ബ്ലോവർ മോട്ടർ ഭയങ്കര വൈബ്രേഷനും കാര്യങ്ങളുമാണ്, പക്ഷെ പ്രോപ്പറായിട്ട് അത് കറങ്ങത്തില്ല. ഓക്കെ, നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതിൻ്റെ എല്ലാത്തിനെയും കണക്ഷനൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫീഡ്ബാക്ക് ലൈന്, പ്ലേ ലൈന്, കപ്പാസിറ്റർ ലൈൻ എല്ലാം കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പവർ ഓൺ ചെയ്യണം. ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. K24 വന്നു, ഔട്ട് ഓൺ ആയിട്ടുണ്ട്. ഇത് ഇൻവെർട്ടർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഔട്ട് ഓൺ ആവും. ഈ LED ഇവിടെ ഒരു LED ഉണ്ട്. ആ LED കത്തണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ മാത്രമേ ആ LED കത്തുള്ളൂ. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ഫാൻ മോട്ടർ കറങ്ങുന്നത് ഇങ്ങനെയാണ്. ഇത് കറങ്ങുന്നത് നമ്മൾ പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വൈബ്രേഷൻ അറിയാം. നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ പിടിച്ച് കറങ്ങുന്നത്. നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് കാര്യങ്ങൾ ഉറപ്പിക്കാം കംപ്ലൈൻറ്റ് ഇല്ല എന്നുള്ളൂ. ഒന്ന്, ഇതിൻ്റെ ട്രയാക്ക്. നമുക്ക് ട്രയാക്ക് വഴിയാണല്ലോ ഈ ഒരു സ്വിച്ചിങ് നടന്നിട്ട് ഈ ഒരു ഫാൻ മോട്ടർ കറങ്ങുന്നത്. അതുമല്ല, ഇതിൻ്റെ ഒപ്റ്റോ കപ്ലറും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഒപ്റ്റോ കപ്ലർ ആക്ടിവേഷൻ ആയതുകൊണ്ടിട്ടാണ് നമ്മുടെ ട്രയാക്ക് വഴി ഇതിപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടുതൽ കുറച്ച് നേരം ഇങ്ങനെ വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് അങ്ങ് ഹീറ്റാവും. ഈ മോട്ടർ ഭയങ്കരമായിട്ട് ചൂടായിട്ട് മൊത്തത്തിലങ്ങ് നിൽക്കും. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സീറോ ക്രോസിങ് സർക്യൂട്ടാണ്. സീറോ ക്രോസിങ് കറക്റ്റായിട്ട് വന്നില്ലെന്നുണ്ടെങ്കിലാണ് ഈ ഒരു പ്രശ്നം നമുക്കിവിടെ ഉണ്ടാകുന്നത്. എന്താണ് സീറോ ക്രോസിങ് ലൈൻ എന്നുള്ളത് നോക്കാം. നമ്മുടെ ആ ഒരു സീറോ ക്രോസിങ് സർക്യൂട്ട് വരുന്നത് ഈ ഇത്രയും ഏരിയയിലാണ്. അപ്പോൾ ഈ ഏരിയയിൽ സീറോ ക്രോസിങ് സർക്യൂട്ടിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുന്ന സമയത്താണ് നമ്മുടെ ഈ ഒരു മോട്ടർ ഈ രീതിയിൽ കറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇത് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ട്രാൻസ്ഫോമർ ഈ ഒരു ക്യാബിനകത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സപ്ലൈ വന്ന് ട്രാൻസ്ഫോമർ കയറി ഇറങ്ങിയിട്ട് ഈ ഒരു പിന്നിൽ വരും. ഈ ഒരു പിന്നിൽ വന്നിട്ട് ഇവിടെ നിന്ന് ആദ്യത്തെ ബ്രിഡ്ജ് റെക്ടിഫയർ, അത് കഴിഞ്ഞിട്ട് എൻ്റെ പോസിറ്റീവ് സപ്ലൈയിൽ ഒരു ഡയോഡ് എക്സ്ട്രാ കാണും. കാര്യം ഈ ഒരു സർക്യൂട്ടിലാണ് സീറോ ക്രോസിങ് വരുന്നത് കൊണ്ടിട്ട് ഇതിൻ്റെ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ കണക്ഷൻ ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിൽ കാണില്ല. അത് ഇവിടെ ഈ ഒരു ഡയോഡ് അത് ബ്ലോക്ക് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആ സ്വിച്ചിങ് നടക്കത്തില്ല. കറക്റ്റ് ഈ 4 റെക്ടിഫയർ ഡയോഡിൻ്റെ സ്വിച്ചിങ്ങിൻ്റെ ഔട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, ഈ ഒരു സർക്യൂട്ടിൽ കിട്ടുന്നത്. അപ്പോൾ അവിടെ ഈ നമുക്ക് പ്യുവറായിട്ടുള്ള സ്വിച്ചിങ് ആ ഒരു വേവ് ഉണ്ട്. ആ വേവിനെ ബ്ലോക്ക് ചെയ്യാതിരിക്കണം, ആ വേവിനെ ഡയറക്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അഡീഷണൽ ഒരു ഡയോഡ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇപ്പുറം സൈഡ് എന്ന് പറയുന്നത് പ്യുവർ DC ആയിരിക്കും. ഇതിന് ഈ ഒരു ഡയോഡിന് ഈ ഒരു 5 ഡയോഡ്, ഇത് നമ്മുടെ ഈ 4 റെക്ടിഫയറും ഇത് അഡീഷണൽ വന്നിരിക്കുന്ന ഒരു സിംഗിൾ ഡയോഡും ഉണ്ട്. അപ്പോൾ ആ സിംഗിൾ ഡയോഡിൻ്റെ എന്തിനാണ് അങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്കും DC പ്യുവർ DC ആവും. അതിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവത്തില്ല, പ്യുവർ DC ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്കിവിടെ ആവശ്യം ആ ഒരു വേവ് ഫോമാണ്, 100 ഹെർട്സിലുള്ള ആ ഒരു വേവ് ഫോമാണ് ഇവിടെ നമുക്കിവിടെ ഈ ഒരു സർക്യൂട്ടിന് ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ടിട്ടാണ് ഈ ഒരു റെക്ടിഫയറിന് ശേഷം അതിൻ്റെ പോസിറ്റീവ് സൈഡിൽ ഒരു ഡയോഡ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ 100 ഹെർട്സിൻ്റെ സ്വിച്ചിങ് നടക്കും. ഈ സ്വിച്ചിങ്ങാണ് നമുക്കിവിടെ അതിൻ്റെ ഒരു ഫ്രീക്വൻസിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നേരെ വോൾട്ടേജ് കുറച്ച്, അതായത് നമ്മുടെ പ്രോസസ്സിന് എത്ര വോൾട്ടാണോ ആവശ്യം ആ ഒരു വോൾട്ടേജിനനുസരിച്ചിട്ട് ഇത് കൺവേർട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നുള്ളത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ട്രാൻസിസ്റ്റർ, 2 റെസിസ്റ്റൻസ്, ഒരു കപ്പാസിറ്റർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10Kയുടെ റെസിസ്റ്റൻസ്, ഇത് 4.7K റെസിസ്റ്റൻസ്. ഇത് തമ്മിൽ വോൾട്ടേജ് ഡിവിഷനാണ്. വോൾട്ടേജ് ഡിവിഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവിഷൻ കണക്ഷൻ രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന ഈ ഒരു വോൾട്ടേജിന് ഈ ഒരു റെസിസ്റ്റൻസ് ഡിവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ ബേസിലോട്ട് കൊടുക്കും. അപ്പോൾ ഇതിന് ബേസിൽ എത്ര വോൾട്ടേജ് ആണോ നമുക്ക് വേണ്ടത് ആ ഒരു വോൾട്ടേജ് ഇവിടെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് നമുക്കൊരു 0.6
600 മില്ലി വോൾട്ടിലായിരിക്കും ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് വോൾട്ടേജും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വോൾട്ടേജ് മോഡിലോട്ട് മൾട്ടിമീറ്റർ ഇട്ടിട്ടുണ്ട്. ഇനി പവർ ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, നമ്മൾ പവർ ഓൺ ആയിട്ടുണ്ട്. ഇവിടെ എത്ര വോൾട്ടേജ്, ബ്രിഡ്ജ് റെക്ടിഫയറിന് ശേഷമുള്ള വോൾട്ടേജ് നോക്കാം. അവിടെ നമുക്ക് പ്രോബ് തിരിഞ്ഞിരിക്കുന്നു. മൈനസ് നെഗറ്റീവിൽ നെഗറ്റീവ് പ്രോബ്, പോസിറ്റീവിൽ പോസിറ്റീവ് പ്രോബ്. ഓക്കെ, ഇവിടെ നമുക്ക് 6 വോൾട്ട്. അത് ഈ 6 വോൾട്ട് നമുക്കിവിടെ വരേണ്ട എത്രയാണ്? 12 വോൾട്ട്. 12 വോൾട്ട് നേരെ ഈ ഒരു ആ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന ഡയോഡിന് ശേഷമായിരിക്കും 12 വോൾട്ട് വരുന്നത്. കാര്യം അവിടെയാണ് നമ്മുടെ ബൂസ്റ്റപ്പ് കപ്പാസിറ്റർ ഉള്ളത്. ആ ബൂസ്റ്റപ്പ് കപ്പാസിറ്റർ ഉള്ളിടത്ത് മാത്രമേ ഈ ഒരു വോൾട്ടേജ് വരുള്ളൂ. ബ്രിഡ്ജ് റെക്ടിഫൈഡ് ഇവിടെ ബൂസ്റ്റപ്പ് ഇല്ല, അതുകൊണ്ടിട്ട് ഈ 6 വോൾട്ട് കാണുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്? ഇവിടെയും നമുക്ക് അതേ 6 വോൾട്ട്, ഇവിടെ വരുന്ന അതേ വോൾട്ടേജ് തന്നെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ വരാൻ പാടില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ടും വോൾട്ടേജ് ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ട്രാൻസിസ്റ്റർ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് നോക്കണം. പിന്നെ ഈ ഒരു സർക്യൂട്ടിൽ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓംസ് മോഡിലിടുക. ഓംസ് മോഡിലിട്ടിട്ട് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയുണ്ട്? 3.4, 4.7 ഓംസ് ആണ്. പക്ഷേ 4.7 കിലോ ഓംസ് ആണ് വരേണ്ടത്. ഇവിടെ നമുക്ക് 3.4 കാണിക്കുന്നുണ്ട്. പിന്നെ ഈ 10K റെസിസ്റ്റൻസിൽ എത്ര കാണിക്കുന്നുണ്ട്? ഇവിടെ 0 ഓം. അതായത് ഈ റെസിസ്റ്റൻസ് ഷോർട്ടിംഗ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സംതിങ് മിസ്റ്റേക്ക്. ഇവിടെ ആരൊക്കെ പണിതിട്ടുള്ളതായിട്ടൊക്കെ കാണുന്നുണ്ട്, ഞാനല്ല. എന്തായാലും ഇവിടെ ഈ ഒരു ഡയോഡൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഈ അയണിനെ കുറിച്ച് പലരും ചോദിക്കുന്നുണ്ട്. ഈ അയൺ എന്ന് പറയുന്നത് T12D+ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോൾഡറിങ് അയൺ സ്റ്റേഷനാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഹെഡൊക്കെ ഒന്ന് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഓക്കെ, ആ ഫ്ലക്സ് വെച്ച് കറക്റ്റായിട്ട് നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഞാൻ ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഉണ്ടോ? ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് മെക്കാനിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ലെഡ് ഫ്രീ സോൾഡറിങ് മെറ്റീരിയലാണ് UV559 ഫ്ലക്സ് പേസ്റ്റ്. ഇത് നമ്മുടെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് നല്ല എല്ലാ ടൈപ്പ് വയർ, ഇപ്പോൾ ക്ലാവ് പിടിച്ച വയർ പോലും ഇതിനകത്ത് വെച്ച് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഉപയോഗിച്ച് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ലെഡ് പിടിക്കും. അങ്ങനെ നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു സാധനമാണിത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നും കൂടെ ആ ഒരു റീഡിങ് ഇപ്പോൾ ഇത് കറക്റ്റ് 9.86 10 കിലോ ഓംസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ആരോ ഇതിൽ പണിതിട്ടുണ്ട്. അപ്പോൾ ഈ സോൾഡർ ചെയ്ത സമയത്ത് ഇവിടെ ജമ്പർ ആയിട്ടുണ്ട്. അങ്ങനെയായിരിക്കാം ഇത് സംഭവിച്ചിട്ടുണ്ടാവുക. ഓക്കെ, പിന്നെ ഈ ട്രാൻസിസ്റ്ററും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയോഡ് മോഡിലോട്ട് മാറ്റുക. ഡയോഡ് മോഡിലിട്ടിട്ട് ബേസ് 735 കാണിക്കുന്നുണ്ട്. തിരിച്ചും കൂടെ ഒന്ന് നോക്കാം. രണ്ട് സൈഡിലും പോയിന്റിനകത്ത് റീഡിങ് കാണിക്കുന്നുണ്ട്. അതായത് സംതിങ് മിസ്റ്റേക്ക്. ഓക്കെ, ഈ ഒരു ട്രാൻസിസ്റ്റർ ഷോർട്ടാണ്. ട്രാൻസിസ്റ്റർ പോയിട്ടുണ്ടത്, കംപ്ലൈൻ്റ് ആണത്. അപ്പോൾ
അപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്റർ ഇവിടെ നിന്ന് മാറണം. അതിന് മുന്നേ ആ ട്രാൻസിസ്റ്ററിൻ്റെ നമ്പർ ഒന്ന് നോക്കാം. ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് BR എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്ന SMD കോഡ്. അപ്പോൾ ഈ BR എന്നുള്ളത് 2SE 2412 50 വോൾട്ട് 150 മില്ലി ആംബിയറിൻ്റെ ഒരു ട്രാൻസിസ്റ്ററാണ്. NPN ട്രാൻസിസ്റ്ററാണ്. ഈ ഒരു സെയിം ട്രാൻസിസ്റ്റർ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, പക്ഷേ ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസിസ്റ്ററാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഇനി ഇടാൻ പോകുന്നത്. ആ ഈക്വലൻ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ALY എന്ന SMD കോഡിംഗ് ഉള്ള ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് KTC 3875 ആണ്. അത് 60 വോൾട്ട് 150 മില്ലി ആംബിയറിൻ്റെ വരുന്ന ഒരു ട്രാൻസിസ്റ്ററാണ് ഇനി ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. കാര്യം എൻ്റെ കയ്യിൽ ഈ ഒരു സെയിം നമ്പറിലുള്ള ട്രാൻസിസ്റ്റർ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ. അത് ഞാൻ മാറ്റി വെച്ചു ഉണ്ട്. ഞാൻ വേറെ ഒരു ട്രാൻസിസ്റ്റർ എടുത്തിട്ടുണ്ട്. ഇത് ALY. അപ്പോൾ ഇത് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തു ഇതിൻ്റെ ഈക്വലൻ്റ് നോക്കിയിട്ടാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിൻ കോൺഫിഗറേഷനിൽ ഈക്വലൻ്റ് നോക്കിയില്ലെന്നുണ്ടെങ്കിൽ പിൻ കോൺഫിഗറേഷനിൽ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പം ബേസ് ഇരിക്കേണ്ടടുത്ത് എമിറ്റർ ഇരിക്കും, എമിറ്റർ ഇരിക്കേണ്ടടുത്ത് ബേസ് ഇരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിസ്റ്റൻസിൽ ഷോർട്ടിങ് ഉണ്ടായിരുന്നു, അത് സോൾഡർ ഷോർട്ടിങ് ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ചെക്ക് ചെയ്ത് അതും നമ്മൾ മാറി. ഇപ്പോൾ നമുക്കൊന്ന് ആ ട്രാൻസിസ്റ്റർ ഒന്ന് ഡയോഡ് മോഡൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 586, 87, 88 ഒക്കെ വരുന്നുണ്ട്. ഇവിടെയും ആ ഒരു പോളാരിറ്റി തിരിച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഓക്കെയാണ്, 1000 പുറത്ത് വന്നു, ഇവിടെ 1000 പുറത്ത് വന്നു. ഇനി നമുക്കതൊന്ന് ഓൺ ചെയ്തിട്ട് അതിൻ്റെ ആ വോൾട്ടേജ് ഒന്ന് നോക്കാം. അപ്പോൾ മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലോട്ട് മാറ്റി ഇതിൻ്റെ ബേസിൽ ഇപ്പോൾ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്? 0.48 വോൾട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഔട്ടിൽ 1.5 വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫാൻ മോട്ടർ പ്രോപ്പറായിട്ട് കറങ്ങുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ഹമ്മിങ് ഇല്ല, ആ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. മോട്ടർ കറക്റ്റ് സ്പീഡിന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ ഹെഡ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് അതും കൂടി ഒന്ന് നോക്കണ്ടേ? ഇതാണ് നമ്മുടെ ആ ഒരു ഫ്രീക്വൻസി. അത് എത്ര? ഇത് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. 100 ഹെർട്സിൽ ആ ഫ്രീക്വൻസി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ? എൻ്റെ ബേസിൽ വോൾട്ടിൽ നോക്കാം. ഇതാണ് സ്വിച്ചിങ് ഡയോഡിൽ വരുന്ന ഫ്രീക്വൻസി. ഓക്കെ, ഇത് നമ്മുടെ ഔട്ട്പുട്ടിൽ വരുന്ന ഫ്രീക്വൻസി. സ്വിച്ചിങ് ഡയോഡിൽ എത്ര ഫ്രീക്വൻസി ഉണ്ട്? അവിടെ നമുക്ക് 5 കറക്റ്റ് ഒരു ഹെഡ്സ് കിട്ടുന്നില്ല, പക്ഷെ നമുക്കിവിടെ ഔട്ട്പുട്ടിൽ കറക്റ്റായിട്ട് ആ ഫ്രീക്വൻസി നിൽക്കുന്നുണ്ട്, ഒരു 100 kHz. അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസിയുടെ കുറവ് കൊണ്ടിട്ടാണ് നമ്മുടെ ഈ ഒരു ബോർഡുകളിൽ ഇതിൽ മാത്രമല്ല എല്ലാ ബോർഡുകളിലും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.